ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് കണ്ടിട്ട് പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചേക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന ഇപ്പം ഉള്ളത് സ്റ്റാൻലിയുടെ അടുത്താണ്. സ്റ്റാൻലി ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ അലീനയുടെ അച്ഛൻ. അലീനയുടെ അച്ഛൻ കൊളുത്തുപുഴയിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ നമ്മുടെ ബാലചന്ദ്രൻ കൊണ്ടാക്കി. ആദ്യമൊക്കെ അലീനയ്ക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 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 എന്താ പറയാ, നമ്മളങ്ങനെയാണല്ലോ, നമ്മളങ്ങനെ ശീലമായി പോകുമല്ലോ. അപ്പൊ അലീനയ്ക്ക് അവിടെ നിന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അലീന എന്ത് ചെയ്തു, ആകെപ്പാടെ മൊത്തം അങ്ങ് മാറ്റി. നമ്മുടെ സ്റ്റാൻലിനെ തന്നെ ആദ്യം മാറ്റി. ആദ്യം ആ വീടിന്റെ അടുക്കും ചിട്ടയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. ഈ പട്ടാള ചിട്ടയായിട്ട് പോകുക എന്ന് പറഞ്ഞാലേ ഓവർ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ അലീനയ്ക്ക് ഈ പട്ടാള ചിട്ട എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരന്റെ സ്വഭാവം, അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ സ്വഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ലേ. നമ്മുടെ അലീന എന്ത് ചെയ്തു, അലീനയ്ക്ക് പിന്നെ എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ. അലീന ഇപ്പം ചേരേനെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരേനെ തിന്നും. അപ്പം ആ ഒരു രീതി ആയതുകൊണ്ട് അലീന അവിടെ ചെന്ന് എല്ലാതും മുഴുവനും അങ്ങ് ഇടപെട്ട് അങ്ങ് എല്ലാം അങ്ങ് സെറ്റ് ആക്കി എടുത്തു. പോരാഞ്ഞിട്ട് ആ വീടിന്റെ ചിട്ടകളും മാറ്റി. നമ്മുടെ സ്റ്റാൻലിനെ അങ്ങ് മാറ്റി. സ്റ്റാൻലിക്ക് ഇപ്പം അവിടെ ഒന്ന് തുപ്പണമെങ്കിലും ഒന്ന് ഇറങ്ങണമെങ്കിലും ഒന്ന് നടക്കണമെങ്കിലും ശ്വാസം വിടണമെങ്കിലും ആരുടെ അനുവാദം വേണം? അലീനയുടെ അനുവാദം വേണം. ഇല്ലാതെ പറ്റത്തില്ല. കൂടാതെ നമ്മുടെ സ്റ്റാൻലിയുടെ അപ്പച്ചൻ, അതായത് ഔതക്കുട്ടി, നമ്മുടെ അലീനേനെ പറഞ്ഞ് വിടാൻ വേണ്ടി വന്നതാ. മോന്റെ അടുത്ത് ഏതോ പെണ്ണ് വന്നിട്ടുണ്ട്, അതും പഴയ കാമുകിയുടെ മകളാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ അടിച്ചു വെളിയിലാക്കാൻ വന്ന നമ്മുടെ ഔതക്കുട്ടി ഇപ്പം അലീനയായിട്ട് ഭയങ്കര സെറ്റ്, കൊച്ചുമോളുമായിട്ട് ഭയങ്കര കൂട്ട്. ഇപ്പൊ അലീന ഇല്ലാതെ ഉണ്ണാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ലാത്ത ആ ഒരവസ്ഥയാണ് ഔതക്കുട്ടി. ഇതെല്ലാം കണ്ടിട്ട് സ്റ്റാൻലിക്ക് വട്ടായിട്ടോ. ഈ സ്റ്റാൻലിനെ ലാലിച്ചാന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മയിട്ട പേരാണ് ലാലിച്ചൻ. ഈ വീട്ടിലെ അല്ലെങ്കിൽ ഈ മക്കളെ അമ്മമാര് സ്നേഹത്തോടെ വിളിക്കാൻ വേറെ ചില പേരുകളൊക്കെ ഇടൂല്ലോ. അതില് നമ്മുടെ ചിന്നമ്മ എന്നാണ് സ്റ്റാൻലിയുടെ അമ്മയുടെ പേര്. ചിന്നമ്മയിട്ട പേരാണ് ഈ പറയുന്ന ലാലിച്ചൻ. ഏതായാലും അലീന വല്യപ്പച്ചനുമായിട്ട് നല്ല സന്തോഷത്തോടുകൂടി ആർമാദിച്ച് അവിടെ അങ്ങ് നിൽക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഇനിയിപ്പം ഞാൻ ഉടനെ പുനലൂരിന് പോകുന്നില്ല, ഞാൻ ഇനിയിപ്പോൾ ഇവിടെ കാണും കുറച്ച് നാളത്തേന് എന്ന് പറഞ്ഞു. ആദ്യം ഒരു ദിവസമായിരുന്നു, പിന്നെ 2 ദിവസമായിരുന്നു, പിന്നെ 3 ദിവസമായിരുന്നു, എന്നാൽ പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ പോകുന്നില്ലേ, ഞാൻ അലീനയുടെ കൂടെ ഉള്ളേ എന്നാണ് ഇപ്പം നമ്മുടെ ഔതക്കുട്ടി പറയുന്നത്. ഏതായാലും ഇത് സഹിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ ലാലിച്ചന് പറ്റത്തില്ല. ലാലിച്ചൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചനൊരു കാര്യം ചെയ്യേ, കുറച്ച് നാൾ ഇവളെയും കൊണ്ട് നേരെ അങ്ങ് പുനലൂര് പോയി നിൽക്കി, കുറച്ച് ദിവസം അവിടെ അങ്ങ് നിൽക്കാൻ പറഞ്ഞപ്പോ, അയ്യോ ഞാനെങ്ങനെ അവിടെ പോയി നിൽക്കും, ഇവള് ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും, എന്റെ പൊന്നു ലാലിച്ച നീ എന്താടാ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോ, ഞാൻ മടുത്തപ്പച്ചാ, സത്യം പറയാലോ, എന്നെ കണ്ട് മുട്ടുകൂട്ടി ഇടിച്ച് വിറച്ച് നിൽക്കുന്നവരായിരുന്നു എല്ലാവരും. ഇപ്പൊ എന്തേ ഇവിടെയുള്ള ഔസേപ്പ് ഉണ്ടല്ലോ, ഔസേപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യസ്ഥനാണ്. ഔസേപ്പ് പോലും എന്നെ കാണുമ്പം ഒരു പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് നോക്കുന്നത്. ആ പെങ്കൊച്ച് എന്നാക്കിയാ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് പറയാൻ കൊള്ളുവോ, അതെന്റെ പപ്പയാന്ന്. ഞാൻ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. അവള് കയറി ചാടി പറഞ്ഞു അതെന്റെ പപ്പയാണെന്ന്. എനിക്കാണെങ്കിൽ ഇപ്പം ഔസേപ്പിന്റെ മുഖത്തും ബൈജുവിന്റെ മുഖത്തും ഒക്കെ നോക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ, ഈ ബുദ്ധിമുട്ടേ ഉണ്ടാകും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 10-23 വർഷം മുമ്പേ നിനക്ക് ഈ ബുദ്ധിമുട്ട് തോന്നിയില്ലേ? എൻ്റെ പൊന്നപ്പച്ച അങ്ങനെയൊന്നും പറയാതെ അപ്പച്ചനൊരു കാര്യം ചെയ്യേ. അപ്പച്ചൻ പറഞ്ഞ അവള് കേൾക്കും. നൈസായിട്ടെ അവളെയും കൊണ്ട് കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും. ഞാനൊന്ന് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ. മടുത്ത് സത്യം പറഞ്ഞാല് ഈ ഇരിക്കുന്ന ലിക്കർ വരെ അടിക്കുന്നതുണ്ടല്ലോ, പേടിച്ച എന്ത് സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു ഞാൻ ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അവള് വന്ന് എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതേ അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി സൂക്കേട് കൂടുതലായിരുന്നു. എടാ നീ ഒന്ന് വിചാരിക്കണം, നിന്റെ ഈ ഭക്ഷണം, ദൂർത്തെടുപ്പ്, ഇതെല്ലാം ഉണ്ടല്ലോ ആർക്കും സഹിക്കത്തില്ല. ഇനി അപ്പച്ചനും കൂടെ എന്നെ പറ. എടാ ഞാൻ പറയുന്നത് നീ കേക്ക്. അവളെന്നോട് പറഞ്ഞു ഇവിടെ കെട്ടുകണക്കിന് ചോറും അതുപോലെ കറികളും ഒക്കെ ആണെന്ന്, നീ എടുത്ത് കളയുന്നത്. എടാ ഒന്ന് ഓർക്കടാ, എത്ര പാവങ്ങളാടാ ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്നത്. ആ പെങ്കൊച്ചു പറഞ്ഞത് കേട്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. നിന്റെ മോളുണ്ടല്ലോ 10-23 വർഷം എവിടെയായിരുന്നു? അങ്ങ് അനാഥാലയത്തിലല്ലായിരുന്നോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവളുണ്ടല്ലോ
എന്തുമാത്രം. ദേ നിർത്ത് 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 അപ്പച്ചാ, ഈ കഥ കേട്ട് ഞാൻ മടുത്തു. അവൾ എപ്പോഴും എന്നോട് ഈ കഥ പറയുന്നുണ്ട്. ഇനി അപ്പച്ചനും കൂടെ എന്നോട് ഈ കഥ പറഞ്ഞ് എന്നെ വിഷമത്തിലാക്കല്ലേ. ഓ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അവള് 10-23 വർഷം മുമ്പ് മുതൽ പട്ടിണി കിടന്നെന്നും പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോ എന്തോ ചെയ്യാൻ പറ്റുന്ന അപ്പച്ചൻ ഈ പറയുന്നത്? നീ ഒന്നും ചെയ്യണ്ട. ദേ പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ കുറച്ചൊക്കെ അങ്ങ് നമ്മൾ അനുസരിക്കണം, അംഗീകരിച്ചു കൊടുക്കണം. നിന്റെ ചിന്നമ്മ അറിയാലോ, എന്റെ ഭാര്യ ചിന്നമ്മ, അവൾ എന്നെ വരച്ച വരയിൽ നിർത്തുമായിരുന്നു. എന്റെ അമ്മ അച്ഛനെ, എന്റെ അപ്പച്ചനെ വരച്ച വരയിൽ നിർത്തുമായിരുന്നെന്ന് മിക്കവാറും ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മേനെ എന്റെ അപ്പച്ചൻ വിറപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് നിന്റെ മുമ്പില്, അല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ അങ്ങനെയാണെന്നേ. ആ റൂമിലേക്കൊന്ന് കേറണം, ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുപോലെ ആയിരുന്നു നിന്റെ അമ്മ എന്നെ വിറപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കുറച്ചൊക്കെ ഞാൻ അനുസരിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാടാ നമ്മൾ ഇത്രയും നിലയിലൊക്കെ എത്തിയത്. അതുകൊണ്ടാ പറഞ്ഞത് ഒരു പെണ്ണുള്ളത് നല്ലതാ. അല്ലപ്പച്ച, അപ്പൊ ഞാനിവളെ വെച്ചു കുറിപ്പിക്കണം എന്നാണോ പറയുന്നത് ഇവിടെ? അറിയാലോ, എന്റെ ഭാര്യയും മക്കളൊക്കെ അറിഞ്ഞാല്. ശോ, അത് സാരമില്ലടാ, ഇവളെ ഇവിടെ വേണോടാ. ഇവള് നിന്റെ ഭാര്യനെ മക്കളെ പോലെയൊന്നും അല്ല. ആ തലതെറിച്ച 2-3 പിള്ളാര് എന്തുവാടാ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ 2-3 തലതെറിച്ചത്. ആ പുനരൂരങ്ങോട്ട് മുറ്റത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും തുടങ്ങും എന്റെ ജീവനെടുക്കല്. ഇത് കണ്ടോടാ, ഈ പെങ്കൊച്ചിനെ കണ്ടു പഠിക്ക്. ഇതാണ് ദേ ഔദക്കുട്ടിയുടെ കൊച്ചുമോള്. കൊച്ചുമക്കളായാൽ ഇങ്ങനെ വേണം. അവൾ ഉണ്ടാക്കുന്ന കറികൾ, അതുപോലെ കാപ്പി, എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റം ആടാ അവൾ ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് ഉണ്ടല്ലോ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊത്തി ഒലത്തി ഒരു വെപ്പുണ്ട്. എൻ്റെ ചിന്നമ്മ വെക്കുന്ന അതേ ടേസ്റ്റ്. അവളെ ഞാൻ പറഞ്ഞു വിടണോടാ. എനിക്ക് ദൈവം വൈകിയാണെങ്കിലും കൊണ്ടു തന്നത് എൻ്റെ കൊച്ചുമോളെ, ഞാൻ പറഞ്ഞു വിടത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ദേ അവൾക്ക് അലീന എന്നൊരു പേര് മാത്രമല്ലല്ലോ, നമ്മുടെ ഈ ആചാരപ്രകാരമൊക്കെ ഒരു മാമോദീസ പേരില്ലേ ഇടണ്ടേ നമുക്ക്? അത് ചിന്നമ്മ എന്ന് തന്നെ ആയിരിക്കണം. അല്ലെങ്കിലും വീട്ടിലെ മൂത്ത മക്കളുടെ കൊച്ചുമകൾക്ക് വീട്ടിലെ വല്യപ്പച്ചന്റെയോ വല്യമ്മയുടെ പേരല്ലേടോ ഇടുന്നത്? അപ്പൊ പിന്നെ ചിന്നമ്മ എന്ന് നമുക്ക് അവളുടെ മാമോദീസ പേരങ്ങ് മാറ്റണം എന്ന് പറഞ്ഞപ്പം മാമോദീസയെ മുക്കി ആദ്യ കുർബാനയും കഴിപ്പിച്ച്. എന്റെ പൊന്നപ്പച്ച, അപ്പച്ചൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? നാട്ടുകാരുടെ അടുത്ത് അങ്ങോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുമോ ഇതെന്റെ മോളാണ് എന്നും പറഞ്ഞ്? അറിയാലോ. അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ഓർക്കുക, എന്റെ ഭാര്യ ആ മൂദേവി വന്നു കഴിഞ്ഞാലേ പിന്നെ പറയാനുണ്ടോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന്? എനിക്കിപ്പോഴേ ഓർത്തിട്ട് മുട്ടുകൂട്ടി ഇടിക്കുകയാണ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവളെ ഇപ്പൊ വിടാനും തോന്നുന്നില്ല. അപ്പൊ നിനക്കും തോന്നുന്നില്ലല്ലോ അവളെ വിടാന്? അത് പിന്നെ അവള് എന്നൊക്കെ പറഞ്ഞാലും അപ്പച്ചൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാ. അവള് നല്ലൊരു വെങ്കൊച്ചാന്നേ. അവള് എൻ്റെ മോളല്ലേ. 10-23 വർഷം അനാഥാലയത്തിൽ കഴിഞ്ഞില്ലേ. ഇനിയിപ്പം അവൾക്ക് നമ്മളൊരു സുഖ സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ അപ്പനെന്നും പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യം? അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സേഫ് ആക്കണം. അവളുടെ കല്യാണം, അതുപോലെ തന്നെ അവൾക്കൊരു ജോലി, ഇതെല്ലാം സെറ്റാക്കി കൊടുക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ അവളുടെ മുരട് പിടിച്ച ആ സ്വഭാവം ഉണ്ടല്ലോ, എന്നെ അങ്ങോട്ട് നീങ്ങാനോ അങ്ങോട്ട് ഇരിക്കാനോ ഒന്ന് തുപ്പാനോ ഒന്നും സമ്മതിക്കത്തില്ല. എല്ലാത്തിനും അവളുടെ അനുവാദം വേണം. എല്ലാത്തിനും അവളങ്ങോട്ട് കൈകടത്തുക. ഞാനേ ഒരു പെഗ്ഗെടുത്ത് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവള് വരും, ഒരു നോട്ടം നോക്കും, സമാധാനമായിട്ട് തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങിപ്പോവോ? അതുമില്ല. ആകെ മൊത്തം ഇപ്പൊ എനിക്കുണ്ടല്ലോ ഒരുതരം എങ്ങനെയാ പറയാ. മാത്രല്ല ഞാനേ ഔസേപ്പച്ചന്റെ ഒക്കെ ഔസേപ്പിന്റെ ഒക്കെ മുഖത്ത് എങ്ങനെയാ നോക്കുന്നത്? അവളെല്ലാവരുടെയും മുമ്പ് വെച്ച് പാപ്പാ കോപ്പാ പാപ്പാ കോപ്പ എന്ന് വിളിക്കുകയും ചെയ്തു. മോനെ അറിഞ്ഞില്ലേ 10-23 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചപ്പം? എന്റെ അപ്പച്ചൻ ആ കാര്യം വീട്. ഇനിയിപ്പോ ഇതിനെന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇതിനെന്ത് തീരുമാനം ഉണ്ടാക്കാൻ? ഒരു തീരുമാനം ഉണ്ടാക്കാനില്ല. ഈ കൊളുത്തുപുഴയെ കിടക്കുന്ന ഈ റബ്ബർ എസ്റ്റേറ്റ് മുഴുവനും ആർക്കുള്ളതാ? ഇതെന്റെ കൊച്ചുമോക്കുള്ളതാ. അതൊക്കെ അങ്ങ് തീരുമാനിച്ചോ? അതൊക്കെ ഞാനങ്ങ് തീരുമാനിച്ചു. ഇനിയേ ഞാൻ ഇവിടുന്ന് പോകുന്നേ ഇല്ല. ഇനിയിപ്പം പുനലൂര് എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ പോകുന്നത്? ഈ സമയത്ത് നമ്മുടെ അലീന വരികയാണ് കേട്ടോ. അലീന വന്ന് എന്താ ഇത്? വല്യപ്പച്ചനും വല്യപ്പച്ചനും മോനും കൂടെ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുക? സമയം എത്രയായിന്നാ? ദേ വന്നേ അത്താഴം കഴിക്കണം. അത്താഴം കഴിച്ചിട്ട് നേരത്തും കാലത്തും കിടന്നുറങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി, അതായത് ലാലിച്ചൻ എന്നാട്ടോ സ്റ്റാൻലി വിളിക്കുന്നത്. ലാലിച്ചൻ പറഞ്ഞു, അത് പിന്നെ നീ വല്ലതും പോയി കഴിച്ചിട്ട് കിടന്നോ. വല്യപ്പച്ചൻ അതെന്തോ വർത്താനമാടോ, കൊച്ചിത്രോ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഇവളോട് ഞാൻ പറഞ്ഞതാ ഇതൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇവിടെ 2-3 വേലക്കാരികളെ നിർത്തിയേക്കുന്നത് എന്തിനാ?
ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനല്ലേ, നമുക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അത് പിന്നെ എന്റെ പൊന്നു പപ്പ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അതെനിക്ക് കഴിക്കണം. മാത്രല്ല നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തരാനല്ലേ ഞാനിവിടെ ഉള്ളത്. പിന്നെ എനിക്ക് ഈ കട്ടിലേക്ക് കയറി ഏത് നേരം കിടക്കുക, മാസിക വായിച്ചുകൊണ്ടിരിക്കുക, ഒരു സാധനം കയ്യിലെടുത്തിട്ട് ചാനൽ മാറ്റി 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 വെക്കുക, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് വശമുള്ള കേസല്ലെന്നേ. അതും കൊണ്ടാ ഞാനേ കിച്ചണിൽ പണി ചെയ്തോളാം. ഇവിടെ ഉള്ള ആ ഒരു സർവൻസിനൊക്കെ പറഞ്ഞു വിടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവര് ഇവിടത്തെ പൈസയും കൊണ്ടൊക്കെയല്ലേ ജീവിക്കുന്നത്. അവരിവിടെ നിന്നോട്ടെ. എന്നാ പിന്നെ വന്നേ വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ, പൊക്കോന്നേ അവിടെ പോയി ഭക്ഷണമൊക്കെ എടുത്തു വെക്കേ, ഞാൻ ഇപ്പൊ ലാലിച്ചനുമായിട്ട് അങ്ങ് വരാം. അല്ല അടിച്ചിട്ടുണ്ടോ വല്യപ്പച്ച? മോള് പറഞ്ഞാ പിന്നെ ഞാന് കൈയും കൊണ്ട് തൊട്ടിട്ടില്ല. കൈയും കൊണ്ട് തൊട്ടില്ല. പിന്നെന്താ, മോൻ വായിക്കകത്തേക്ക് ഒഴിച്ചു തരുവാണോ ചെയ്തത്? അത് പിന്നെ കുഞ്ഞേ മോളെ, ഒരു പെഗ് കഴിച്ചില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നേ. അങ്ങനെയാണ്. അങ്ങനെയാ എനിക്കറിയാം. ഏതായാലും ഭക്ഷണം കഴിക്കാം എന്ന് അലീന പറഞ്ഞ് വിളിക്കുകയാണ്. അലീന എല്ലാത്തിനെയും സത്യം പറഞ്ഞാല് ഇപ്പം ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് ഇട്ടേക്കാണ് കേട്ടോ. പാവാട്ടോ ഈ പറയുന്ന സ്റ്റാൻലിയും നമ്മുടെ ഔതക്കുട്ടിയും ഒക്കെ ഭയങ്കര പാവങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് ഇച്ചിരി ഭയങ്കരനായിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്റ്റാൻലി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നപ്പോഴത്തേക്കും എല്ലാ ദിവസവും 3-4 കൂട്ടം കറി കൂട്ടി കഴിക്കുന്ന സ്ഥലത്ത് ഒരു 3 കറി കാണും. അതിൽ കൂടുതൽ കറിയില്ല. സ്റ്റാൻലി, ഇവിടെ ഇത്രയും കറികളെ ഉള്ളോ, ഇതെന്താ കറി എന്താ വെക്കാത്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അതെന്താ ഈ ഇരിക്കുന്ന 3 കറി പോരെ കഴിക്കാനായിട്ട്? എന്തിനാ എന്റെ പൊന്നു പപ്പ ഇവിടെ കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം വേസ്റ്റ് ആക്കി കളയാനോ? ദേ ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് ഞങ്ങളുടെ സ്നേഹനികേതനില് മതി അലീനെ, നീ നിർത്ത്. ഇനി നീ സ്നേഹനികേതനിലെ കഥ പറയല്ലേ. അത് പിന്നെ ഞാൻ സ്നേഹനികേതനിലല്ലേ വളർന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ കഥയല്ലാതെ വേറെ എന്ത് കഥയും അറിയാവുന്നത്? നിർത്ത്, മതി, എനിക്ക് ഇത്രയും കറി മതി, ഇത് തന്നെ ധാരാളം, ഇത് കൂട്ടി ഞാൻ കഴിച്ചോളാന്ന്. അപ്പോഴത്തേക്കും ബാക്കിൽ മാറി നിൽക്കുന്ന നമ്മുടെ ഔസേപ്പെ, അതായത് ആ വീട്ടിലെ വേലക്കാരനും കാര്യസ്ഥനൊക്കെയാണ്. പുള്ളിക്കാരൻ ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റാൻലി ലാലിച്ച ഔസേപ്പിനെ ഒന്ന് നോക്കി. പണ്ടൊന്നും ഔസേപ്പ് ഇങ്ങനെ ചിരിക്കത്തില്ലായിരുന്നു. കാരണം നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് കൂടി വിനയത്തോടു കൂടി നിന്നിരുന്ന മനുഷ്യനാണ്. അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേലക്കാരന്മാരുടെ സ്വരം വരെ മാറി തുടങ്ങി. അവരിപ്പോഴാണ് നേരെ ചൊവ്വ ഒന്ന് ശ്വാസം വിടാൻ വരെ തുടങ്ങിയത്. ഏതായാലും നമ്മുടെ നെടുമ്പുരയ്ക്ക് വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? അവിടെ ആകെ മൊത്തം രസമാണ് കേട്ടോ. നമ്മുടെ വൈജയാണെങ്കിൽ അവിടുത്തെ ചിട്ടകളൊക്കെ, അലീന പഠിപ്പിച്ചു വെച്ച ചിട്ടകളൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ വൈജ തോറ്റു. ഒരു ദിവസം രാവിലെ വൈജയ്ക്ക് 4:30 എണീക്കാൻ പറ്റി, പിറ്റേ ദിവസം 4:30 എണീക്കാൻ പറ്റി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജയ്ക്ക് 4:30 എണീക്കാൻ പറ്റും. വൈജയ്ക്ക് വൈജയുടേതായ സ്വഭാവങ്ങളുണ്ടല്ലോ. വീണ്ടും നമ്മുടെ ബബിതയും അതുപോലെ നമ്മുടെ കൃഷ്ണമോളും ഒക്കെ എണീറ്റ് ആ വീട്ടിലെ പണി തുടർന്ന് കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളും രോഹിത്തും ഒക്കെ അലീനയെ ഫോൺ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേട്ടിട്ട് അസൂയോടും കുശുമ്പോടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ വൈജ. തന്നെ കാറൊക്കെ ഓടിക്കാറായിട്ടോ. കാറൊക്കെ കിട്ടി നമ്മുടെ വൈജയ്ക്ക്. ഓഫീസിലും പോകാൻ തുടങ്ങി. ഓഫീസിൽ നിന്ന് തിരിച്ചു വരും. വൈജയുടേതായ കാര്യങ്ങൾ ചെയ്യും, വീണ്ടും റൂമിൽ കയറും. അതുപോലെ ഉള്ള ആ ഒരു ശീലങ്ങൾ മാത്രം. നമ്മുടെ വൈജയുടെ മക്കളുമായിട്ട് വലിയൊരു ബന്ധമോ അല്ലെങ്കിൽ വൈജ മനസ്സിൽ വിചാരിക്കുന്ന പോലെ വൈജയുടെ മക്കൾക്ക് വൈജയോട് മാത്രം സ്നേഹം ഉണ്ടായിരിക്കണം. കൃഷ്ണമോളും നമ്മുടെ രോഹിത്തും അതുപോലെ തന്നെ ബബിതയും എല്ലാവരും അലീനയെ മറന്ന് വൈജയെ മാത്രം സ്നേഹിക്കണം. ആ ഒരു രീതിയൊക്കെ ഒരിക്കലും അതൊന്നും തിരുത്താൻ പറ്റത്തില്ലെന്ന് വൈജയ്ക്ക് മനസ്സിലായി. ഏതായാലും വൈജ എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ കഴിഞ്ഞു പോകുന്നു. നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ വരും, അവരുമായിട്ട് സംസാരിക്കും. വൈജാനെ കൂട്ടത്തില്ല കേട്ടോ. ഒരു റൂമിൽ കയറും, ഇവർ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും, ചിരിക്കും. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് അലീനയെ ഫോൺ വിളിക്കുന്നത്. അലീനയെ മാറി മാറി മത്സരിച്ച് ഫോൺ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും എനിക്കിതാ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഇവർ ഭയങ്കര സംസാരവും. ഇതൊക്കെ കണ്ടിട്ട് ഒരു തരം അസൂയാണോ കുശുമ്പാണോ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരവസ്ഥയാണ് നമ്മുടെ വൈജയ്ക്കുള്ളത്. ഏതായാലും വൈജ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത ഒരു സ്ത്രീയെ പോലെ തന്നെ ജീവിക്കേണ്ടി വരുന്ന വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. ഏതായാലും ഇതൊക്കെ ചെന്ന് കമലയോടും ശിവശങ്കര മേനോനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്തൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല നമ്മുടെ അലീന ആരാണെന്നും എന്താണ് എന്നൊന്നും.
അപ്പം ഇങ്ങനെയൊക്കെയാണ് കഥകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുണ്ട്. ഇനി കൂടുതലും കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻലിയും ഔസേപ്പ് അവിടുത്തെ ജോലിക്കാരനാണല്ലോ, ഔതക്കുട്ടിയും അലീനയും തമ്മിലുള്ള കഥകളൊക്കെ തന്നെയാണ്. ഏതായാലും ഈ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇനിയും കുറച്ച് കഥാപാത്രങ്ങളൊക്കെ വരാനുണ്ട്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ പറയുന്ന ലാലിച്ചന്റെ ഭാര്യ, മക്കൾ, അപ്പം അവരെയൊക്കെ നമുക്ക് അറിയണ്ടേ. അവരൊക്കെ ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ കഥയിൽ കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണുക. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ മിസ് ചെയ്ത് കളയരുത്. എന്നും ഉച്ചയ്ക്ക് ഒരു 2:45 കൂടി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അലീനയുടെ വരാനിരിക്കുന്ന വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഉണ്ടാകുന്ന പ്രതീക്ഷ മാത്രമല്ല, ഉണ്ടാകും എനിക്കറിയാം. കാരണം നമ്മൾ ഇത്ര ദിവസമായതേ ഉള്ളൂ അപ്കമിങ് വിശേഷങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പറയുന്നത് ഒരിക്കലും കള്ളക്കഥയോ ഒന്നുമല്ല. നോവല് അതേപടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. നോവല് അതേപടിയാണ് നമ്മൾ പറയുന്നത്. വിശ്വസിച്ച് തന്നെ നിങ്ങൾക്ക് നമ്മുടെ കഥ കേൾക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഈ കഥ വരാതിരിക്കുന്ന കഥയല്ല. ഞാൻ പറയാണ്, 100% ഉറപ്പോടുകൂടി ഈ കഥ നിങ്ങൾക്ക് കാണാം. 100% ഉറപ്പാണ്. നമുക്ക് വരാനിരിക്കുന്ന കഥ തന്നെയാണിത്. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.